അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോവുകയും പലവിധ ടെസ്റ്റുകൾക്ക് വിധേയനാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസരി ഉസ്താദിന് ഈജിപ്തിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ വിശദീകരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കും. മനുഷ്യൻ കണ്ടെത്തിയതൊന്നും പരിപൂർണമാണെന്ന് പറയാൻ ഒരു ശാസ്ത്രലോകത്തിനും ധൈര്യമില്ല. ഉണ്ടോ മുസ്ലിയാരെ? എന്തൊക്കെ ചികിത്സാ രീതികളുണ്ട് ഇപ്പൊ ലോകത്ത്, അല്ലേ? മുമ്പ് കാലത്തൊക്കെ കിഡ്നി നഷ്ടപ്പെട്ടിട്ടാണോ മരിച്ചത് എന്ന് പോലും അറിയൂല. കാരണം അന്ന് സംവിധാനം ഇല്ല. മുമ്പ് കാലത്തൊക്കെ മരിച്ചുപോയവരൊക്കെ കിഡ്നി നഷ്ടപ്പെട്ടിട്ടാണോ മരിച്ചത് നമുക്കറിയില്ല. അതുപോലെ ഹാർട്ട് അറ്റാക്ക് ആണ് ഇപ്പൊ മരിച്ചത് എന്ന് പറയുന്നുണ്ട്, അറ്റാക്കാണോ എന്ന് അറിയില്ല. നിങ്ങൾ കാണുന്നില്ലേ പത്രത്തിൽ വെലിങ്ങനെ ഒലക്ക മുക്കി എഴുതിയിരിക്കുന്നത് കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലേ? അങ്ങനല്ലേ എഴുതിയേ? എന്താ എഴുതിയേ? കുഴഞ്ഞു വീണ് മരിച്ചു. കേട്ടാത്തോന്നും മൂപ്പര് നിലത്ത് വീണ്ട് തലയടിച്ചിട്ട് മരിച്ചു ഏതാണ്? അങ്ങനെയാണോ? അല്ല, സംഗതി ആള് വീണ് മരിച്ചതാണ്. മരിച്ചപ്പോ വീണതാണ്. ആ റൂഹങ്ങ് പോയപ്പോൾ ആള് താഴേക്ക് വീണതാണ്. പക്ഷേ മനുഷ്യൻ എഴുതുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാ എഴുതുക. യഥാർത്ഥത്തിൽ ഇയാള് മരിച്ചത് വീണ വകയിലല്ല, മരിച്ചിട്ട് വീണതാണ്, അല്ലേ? അങ്ങനല്ലേ? അല്ലാതെ വീണ വകയിൽ അഗാധം സംഭവിച്ചു മരിച്ചു ഏതാ? അല്ല, മരിച്ചിട്ട് താഴേക്ക് വീണതാണ്. ഇപ്പൊ അങ്ങനെയാണ്. നിങ്ങൾ ഡോക്ടർമാരെടുക്കൽ ഏകദേശം ആളുകളും പെട്ടെന്ന് മരിച്ചതാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനില്ല, ഡോക്ടർ വേഗം പറയും അറ്റാക്കാണ് എന്ന്, അല്ലേ? ഇതാ നമ്മളെ സംവിധാനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഉറക്കം കൂടി പോകാൻ നല്ലതാ. ഞാൻ ഈജിപ്തിലല്ല സേറിൽ പഠിക്കുമ്പോ ഒരു ദിവസം എനിക്ക് നെഞ്ഞിന് ഭയങ്കര വേദന. നെഞ്ഞുവേദന സഹിക്കാൻ പറ്റാതെയായപ്പോ ഡ്രൈവ് ചെയ്യുന്നതിനൊന്നും പ്രയാസം തോന്നിയിട്ടില്ല. പക്ഷെ നെഞ്ഞിന്റെ ഒരു ഭാഗത്ത് ഒരു വല്ലാത്തൊരു പ്രയാസപ്പെടുത്തുന്ന വേദനയായപ്പോ ഒരു ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു പോയി. അങ്ങനെ ഞാൻ തന്നെ വണ്ടി എടുത്ത് ഡോക്ടറെ അടുക്കലേക്ക് പോയി. ഡോക്ടറെ എടുത്ത് ചികിത്സക്ക് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ECG എടുക്കണമെന്ന്. ECG എടുത്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞു 1 മണിക്കൂറും കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ, ഇപ്പം മരിച്ചു പോകുന്നതാണ്. ഞാൻ വിചാരിച്ചു അസ്രായേൽ ഇത്ര അടുത്തെത്തിയല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ പഠിച്ചോനെ. 1 മണിക്കൂറും കൂടി ഞങ്ങൾ ബാക്കി ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിച്ചു എന്താ കുഴപ്പം? അപ്പൊ അയാൾ പറഞ്ഞു ഫുള്ള് ബ്ലോക്കാണ്, നിങ്ങൾ എക്സ്റേ എടുത്ത് നോക്കി ഇതിന് ഫുള്ള് ബ്ലോക്കാണ്, നിങ്ങൾ 1 മണിക്കൂറും കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ. ഞാൻ അൽഹംദുലില്ലാഹ് 5-6 കൊല്ലം ഇപ്പൊ കഴിഞ്ഞു പോയിട്ടോ. അള്ളാഹു ഇനി ഒരുപാട് ദീർഘായുസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തോടുകൂടെ തക്കോയോടെ അള്ളാഹു ഏറ്റിത്തരട്ടെ. നമുക്ക് എല്ലാവർക്കും അതായിരുന്നു. പിന്നെ അമീൻ പറയാൻ പോയിരിക്കേണ്ട ആവശ്യം, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ പറഞ്ഞു 1 മണിക്കൂറേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇയാൾ പറഞ്ഞു ഫുള്ള് ബ്ലോക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അയാൾ എന്നോട് നിങ്ങൾ ഡോക്ടറല്ലേ? ഞാനാ ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനൊന്നുമില്ല, ഐസിയുലേക്ക് കയറിക്കോ, ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണം. എന്താ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? നെഞ്ഞ് കീറിയിട്ട് ഇപ്പൊ ബ്ലോക്ക് നിൽക്കില്ലെങ്കിൽ മരിച്ചു പോകും. എനിക്ക് പിന്നെ ആകെ വിളിക്കാനുള്ള വാപ്പാനെയാണ്. ഞാൻ വാപ്പനെ വിളിച്ചു. ഫാമിലി അവിടെ ഉള്ള സമയമാണ്, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവർ ബേജാറായി പോകില്ലേ? ഉടനെ വാപ്പനെ വിളിച്ചു. വാപ്പനെ വിളിച്ചിട്ട് ഞാൻ വിവരം പറഞ്ഞു. വാപ്പ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി സംസം വെള്ളം എടുത്ത് ഫാത്തിഹ ഓതാളൊക്കെ പറഞ്ഞു. അന്ന് ഓതിയിട്ട് ഒടിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്തൊക്കെ ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് റൂമിൽ പോയി സംസം വെള്ളം എടുത്ത് കുടിച്ച് ഞാൻ ചോദിച്ചു ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മുസ്തശ്ഫൽ ഹുസൈൻ എന്ന പേരിൽ അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് പോയി. അങ്ങനെ ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു എനിക്ക് എഴുതി ഒപ്പിട്ട് തരണമെന്ന് ചോദിച്ചു. എന്താ എഴുതി ഒപ്പിട്ട് തരേണ്ടത്? ഇവിടുന്ന് 1 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും വഴിയിൽ മരിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നും എഴുതി ഒപ്പിട്ട് തരണമെന്ന്. ആദ്യം പോയ ക്ലിനിക്കിലുള്ള ഡോക്ടർ. അപ്പൊ ഞാൻ അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, കാരണം നിങ്ങളെ ഡ്യൂട്ടി അല്ലല്ലോ റോ ഒഴിക്കൽ, അത് ഇസ്രായേലിന്റെ ഡ്യൂട്ടിയാണല്ലോ, അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനെ അയാൾക്ക് അറബിയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അയാൾ അവിടെ തന്നെ വിട്ടത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി ചികിത്സ തേടി. ചികിത്സക്ക് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഇത്. അങ്ങനെ ആദ്യം അയാൾ ചെക്ക് ചെയ്തത് എന്റെ നെഞ്ഞൊന്നുമല്ല, ആദ്യം അയാൾ എന്റെ കീശ മുഴുവനും പരിശോധിച്ചു. നോക്കുമ്പോൾ ഒരു കീശയിൽ 1 ഉറുപ്പ്യന്റെ കോയിൻ ഉണ്ടായിരുന്നു. അതിങ്ങെടുത്തിട്ട് അയാൾ പറഞ്ഞു ഇനിയൊന്ന് ECG എടുക്കുക. അങ്ങനെ ECG എടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആ 1 ഉറുപ്പ്യ ഉള്ളത് കൊണ്ട് മുഴുവൻ വേരിയേഷനും തെറ്റിയിട്ടാ കാണിച്ചത്, അതുകൊണ്ട് പേടിച്ചു പോയതാണ്. അയാൾ പുതിയ ഡോക്ടറായിരിക്കും, ബേജാറാകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മളെ ടെക്നോളജി എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്.